ഇത് ബിലാൽ വളരെ പ്രസക്തമായ ചോദ്യമാണ്. കാരണം കണ്ടതിനെ പറ്റി പറയാനാണ് പറഞ്ഞിട്ടുണ്ട്. കാരണം ഇതിൽ നമുക്ക് അതിശയോക്തിയുടെ കാര്യം തീരെ വരുന്നില്ല. കാരണം കണ്ടത് പറയണം. ഞാൻ 2 വർഷമായിട്ട് ഈ ഫൈസൽ സാറിനെ എനിക്ക് അറിയാം, കണ്ടിട്ടില്ല. പക്ഷെ ഇങ്ങനൊരു ക്ലാസ്സും തോന്നുന്നു. ഈ ക്ലാസ്സിൽ പോയാൽ സ്വാഭാവികമായിട്ടും നമ്മൾ ഈ സഭാകമ്പം തീരുന്നു. അതിനനുസൃതമായി നമുക്ക് നമ്മളെ വ്യക്തിപരമായ ഡെവലപ്പ് നടത്താമെന്നുള്ളൊരു അറിവ് എനിക്ക് ഇതിൻ്റെ കുറച്ച് മുമ്പ് കിട്ടിയിരുന്നു. അങ്ങനെയാണ് ഞാൻ ഫൈസൽ സാറുമായി ബന്ധപ്പെട്ട് എൻ്റെ മോനുമായിട്ട് സാറുമായി ബന്ധപ്പെട്ട് ആ ബന്ധത്തിൽ ഇവിടെ വന്ന് നോക്കുമ്പോൾ ഇത് നമ്മൾ വിചാരിച്ച ക്ലാസ്സല്ല. നമ്മൾ വിചാരിച്ചിരുന്നത് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ അതേമാതിരി പറയുക, ഇതല്ല. ഇത് നമുക്ക് പഠിപ്പിച്ച് തരികയാണ്. എങ്ങനെ പ്രസംഗിക്കണം, എന്തിനു വേണ്ടി നമ്മൾ ആ വിഷയം തിരഞ്ഞെടുക്കണം, എങ്ങനെ നമ്മൾ ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങിച്ചെല്ലണം എന്നത് ഫൈസൽ സാർ നമുക്ക് ശരിക്ക് പറഞ്ഞു തരേണ്ടത്. ഇതിനെ നമ്മൾ കേരളത്തിൻ്റെ വലിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ പറ്റി എനിക്ക് അത്ര വലിയ അറിവില്ലെങ്കിലും സ്വാഭാവികമായിട്ട് ഇത്രയും ചെറിയ ഒരു അക്കാഡമിക് രൂപത്തിൽ പ്രസംഗവും മറ്റ് കലകളും അഭ്യസിക്കാൻ പറ്റിയ ഒരു സ്ഥലം വേറെ ഇല്ല എന്ന് തന്നെ എനിക്ക് പറയാൻ കഴിയും. കാരണം ഉണ്ടെങ്കിൽ തന്നെ വളരെ റെയറാണ്. ഈ അക്കാഡമി അതിന് പറ്റിയതാണ്. നിങ്ങളെപ്പോലത്തെ കുട്ടികൾ ഇത് ശരിക്കും മുതലാക്കണമെന്നും കൂടി ഞാൻ പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. എൻ്റെ പ്രസംഗം ബിലാലിന്, എൻ്റെ മറുപടി ബിലാലിന് ഇഷ്ടപ്പെട്ടിരിക്കുന്നു.